ഹായ് ഉണ്ണികളെ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു കഥയല്ല, പകരം എല്ലാ ഉണ്ണികളോടും പറയാനുള്ളൊരു കാര്യമാണ്. ഇറ്റ്സ് ഓക്കെ നോട്ട് ടു ബി ഓക്കെ ബൈ സാറ എലൻ. നമുക്കറിയാം, എല്ലാ ഉണ്ണികളും എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുകയല്ല, ഇടയ്ക്ക് വഴക്കുണ്ടാക്കും, കരയും. ചിലപ്പോൾ ഈ വഴക്കുണ്ടാക്കുന്നതിനൊന്നും ഒരു കാരണവും കാണില്ല, നമുക്കങ്ങനെ ജസ്റ്റ് ഒരു സുഖമില്ല, വഴക്കുണ്ടാക്കണം എന്നങ്ങ് തോന്നും. അപ്പോഴും എല്ലാ ഉണ്ണികളും ഓർക്കേണ്ട ഒരു കാര്യമാണ് ഇറ്റ്സ് ഓക്കെ നോട്ട് ടു ബി ഓക്കെ. നല്ലൊരു വണ്ടർഫുൾ ബുക്കാണ്, ഭയങ്കര കളർഫുൾ ബുക്കാണ്. നിങ്ങൾക്കിത് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. നോക്കാം. സം ഡേയ്സ് യു വേക്ക് അപ്പ് ഫീലിംഗ് ഗ്ലാഡ്. കണ്ടോ, തുള്ളി ചാടുന്നത് കണ്ടോ റാബിറ്റൊക്കെ. അതർ ടൈംസ് യു ഫീൽ സോ സാഡ്. ജിറാഫ് കരഞ്ഞു വിഷമിച്ചിരിക്കുന്ന പോലെ എൻ്റെ ഉണ്ണി ഇരിക്കാറുണ്ട്. എന്തിനാ കരയുന്നത്, എന്തിനാ വിഷമിക്കുന്നതെന്ന് ചോദിച്ചാൽ പറയാൻ അറിയില്ല, കാരണമൊന്നുമില്ല എന്ന് പറയും. Sometimes you are so glum, you actually feel completely numb. ചില സമയത്ത് നമുക്ക് സങ്കടം കാരണം നമ്മൾ ഫ്രീസായിട്ട് തണുത്ത് നമ്പായിട്ടിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. കണ്ടോ, മീൻ ഐസ് കട്ടയിൽ കുടുങ്ങിപ്പോയ പോലെ ആയിരിക്കും നമുക്ക് വിഷമം കാരണം തോന്നുന്നത്. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, വിഷമം വരുമ്പോൾ നമുക്ക് ഒന്നും ഓടാനും ചാടാനും ഒന്നും തോന്നില്ല, നമ്മൾ വിഷമിച്ച് ഏതെങ്കിലും മൂലയിൽ പോയി ഇരിക്കും. അതുപോലെ യു ടെൻ ടു മൂവ് സോ സ്ലോ. കണ്ടില്ല, എല്ലാവരും ഓടി ഓടി പോവുക വെൻ യു ആർ ഫീലിംഗ് ലോ. പക്ഷേ വിഷമമുള്ളപ്പോൾ നമുക്ക് അനങ്ങാനേ തോന്നില്ല, നമ്മൾ അവിടെ ഇങ്ങനെ വഴഞ്ഞഴഞ്ഞിരിക്കും. ശരിയല്ലേ? അങ്ങനെ വിഷമം ഉള്ളപ്പോഴും ഓർക്കുക, ഇറ്റ്സ് ഓക്കെ നോട്ട് ടു ബി ഓക്കെ. നമ്മളിപ്പോൾ ഓക്കെ അല്ല, ഹൗ ആർ യു ഫീലിംഗ് നൗ, ഐ എം നോട്ട് ഓക്കെ എന്ന് നമ്മൾ പറയും. പക്ഷെ അപ്പോഴും ഇറ്റ്സ് ഓക്കെ. മനുഷ്യൻ എപ്പോഴും ഓക്കെ ആയി ഹാപ്പിയായി റോബോട്ടിനെ പോലെ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. ഇറ്റ്സ് ഓക്കെ ടു ബി ആംഗ്രി ഓർ ക്രോസ് വെൻ യു ആർ സ്റ്റക്ക് ഓർ അറ്റ് എ ലോസ്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന പോലെ ചെയ്യാൻ നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല, നമ്മൾ എഴുതാൻ പറ്റിയില്ല, നമ്മൾ എഴുതിയപ്പോഴത്തേക്ക് എല്ലാം തെറ്റിപ്പോയി. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും കുഞ്ഞുപിള്ളേർക്ക് പ്രത്യേകിച്ച് ദേഷ്യവും സങ്കടമൊക്കെ വരും. അങ്ങനെ വരുമ്പോൾ ഇറ്റ്സ് ഓക്കെ. കണ്ടില്ലേ ഈ പൂച്ച, 1+1=2, 2+2=4 അങ്ങനെ എഴുതി അവസാനം ആയപ്പോഴത്തേക്ക് കണ്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഐ ഡോണ്ട് നോ. ഇത് ഞാൻ സ്ഥിരം എൻ്റെ ഉണ്ണിയുടെ കാര്യത്തിൽ കാണുന്നതാണ്, പ്രത്യേകിച്ച് മാത്സ് ടേബിൾ പഠിക്കുമ്പോൾ. സംതിങ് യു ആർ നോട്ട് ഏബിൾ ടു ഡു, ഇറ്റ്സ് ഫ്രസ്ട്രേറ്റിംഗ് ആൻഡ് റിയലി ആങ്കേഴ്സ് യു. ശരി, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പം ഒരു പ്രാവശ്യം നടന്നില്ല, ഓക്കെ ഒന്നുകൂടെ ട്രൈ ചെയ്യാം. ഒരു 4-5 പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് നടന്നില്ല എന്നുള്ളപ്പം ദേഷ്യം വരും നമുക്ക്. ശരിക്കും അങ്ങ് ദേഷ്യവും ഫ്രസ്ട്രേഷനായി പോവും. എന്നാലും ഓക്കെ, അങ്ങനെയാണ്, ഫ്രസ്ട്രേഷൻ വരും, സാരമില്ല. വെൻ യു ആർ ഫീലിംഗ് ലോസ്റ്റ് ദർ ഇസ് എ ബ്രിഡ്ജ് ടു ബി ക്രോസ്ഡ്. കണ്ടില്ലേ, ആമേനെ എടുത്ത്, ആമയ്ക്ക് മരം കയറാൻ അറിയില്ലല്ലോ, ആന എടുത്ത് മരത്തിലോട്ട് വെക്കുന്നു. ആമയെ പിടിക്കാൻ കൂട്ടുകാരൻ കുരങ്ങനുമുണ്ട്. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, നമുക്കൊരു പാലം കടക്കേണ്ട ഒരു അവസ്ഥ. അന്നേരം നമ്മൾ ഓഫ് കോഴ്സ് നമുക്ക് സങ്കടമായിരിക്കും, ഐസ്ക്രീം പോലും നമുക്ക് തിന്നാൻ തോന്നുന്നില്ല. അപ്പോഴും ഇറ്റ്സ് ഓക്കെ നോട്ട് ടു ബി ഓക്കെ. ഇറ്റ്സ് ഓക്കെ ടു ഫീൽ ക്രോസ് ഓർ മാഡ് വെൻ someone does something hurtful or bad. ഇപ്പം ഇത് കണ്ടില്ലേ, നമ്മുടെ ഈ റൈനോസറസിൻ്റെ തലയിൽ പക്ഷി വന്ന് കാഷ്ടിച്ച് വെച്ചു. അപ്പം റൈനോസറസിന് ഇഷ്ടപ്പെട്ടില്ല, റൈനോസറസിനെ ഉപദ്രവിച്ച പോലെയായി. അങ്ങനെ നമ്മളെ ഹേർട്ട് ചെയ്യുന്ന എന്തെങ്കിലും ആരെങ്കിലും ചെയ്യുമ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? അപ്പം നമുക്ക് ദേഷ്യം വരും, സങ്കടം വരും. അത് ഓക്കെയാണ്, ഇറ്റ്സ് ഓക്കെ ടു ഫീൽ ക്രോസ് ഓർ മാഡ്. I would also feel angry and hurt if someone treated me like dirt. ഇത് കണ്ടോ, ആരെങ്കിലും ഒരാളെ നമുക്ക് ഒട്ടും വില തരാതെ നമ്മളെ ട്രീറ്റ് ചെയ്താൽ തന്നെ നമുക്ക് സങ്കടവും ദേഷ്യം വരും. അപ്പം കുഞ്ഞു മക്കളുടെ കാര്യത്തിലോ അവർക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരും. I would be upset when something seems unfair, especially if no one appears to care.
ഇപ്പോൾ എന്തെങ്കിലും ഒരു അൺഫെയർ കാര്യം നമ്മൾ കണ്ടു, അപ്പോൾ നമ്മൾ അയ്യോ അത് ശരിയല്ല, അത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ളവരത് കാണുന്നുമില്ല, ശ്രദ്ധിക്കുന്നുമില്ല എന്നാകുമ്പോഴത്തേക്ക് അപ്പോൾ നമുക്ക് പിന്നെയും നമ്മൾ അപ്സെറ്റ് ആവും. അതെന്താ ആരും ശ്രദ്ധിക്കാത്തത്, അതെന്താ ആരും അതിനെതിരെ പ്രതികരിക്കാത്തത്, അതെന്താ ആരും കെയർ ചെയ്യാത്തത്, ശരിയല്ല, ഇറ്റ്സ് അൺഫെയർ എന്ന് നമുക്ക് തോന്നും. അപ്പോൾ നമുക്ക് അതിനും ദേഷ്യം വരും. ഇറ്റ്സ് ഓക്കെ നോട്ട് ടു ബി ഓക്കെ. അപ്പം നമുക്ക് നല്ല സങ്കടവും ദേഷ്യവും വിഷമമൊക്കെ വരുമ്പോൾ നമ്മൾ പൊതച്ച് മൂടി കിടന്നുറങ്ങാൻ നോക്കും. അപ്പോഴും ഇറ്റ്സ് ഓക്കെ. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഇറ്റ്സ് ഓക്കെ ടു വെയർ എ ഫ്രൗൺ വെൻ യു ഹാവ് ബീൻ ലെറ്റ് ഡൗൺ. നമ്മുടെ കൂടെ നിൽക്കുന്ന തന്നെ ഒരാൾ നമ്മളെ പറ്റിച്ചു, നമ്മളുടെ കൂടെ നിന്നില്ല, അപ്പോൾ നമുക്ക് സങ്കടം വരും, നമുക്ക് ദേഷ്യം വരും. അപ്പോൾ നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കില്ല, നമ്മൾ ഫ്രൗൺ ചെയ്യും. ഇറ്റ്സ് ഓക്കെ. നമ്മളോട് പറയും എല്ലാവരും ചിരിക്ക്, പക്ഷേ ഇറ്റ്സ് ഓക്കെ. നമ്മൾ പ്രത്യേകിച്ച് കുഞ്ഞു പിള്ളേർ, വലിയവർക്ക് തന്നെ പറ്റുന്നില്ല, അപ്പോഴാണോ കുഞ്ഞു പിള്ളേർക്ക്. ആൻഡ് വെൻ ഡേഞ്ചർ ഇസ് നിയർ ഇറ്റ്സ് നോർമൽ ടു ഫീൽ ഫിയർ. പേടിക്കുന്നതിന് എന്താ കുഴപ്പം, പേടിക്കാം, ഇറ്റ്സ് നോർമൽ. It's okay to cry and not want to try. It's okay not to be okay. ചില കാര്യങ്ങൾ നമ്മൾ ട്രൈ ചെയ്താൽ ചിലപ്പോൾ ശരിയാവുമായിരിക്കും. പക്ഷെ കുറേ ട്രൈ ചെയ്തിട്ട് മടുത്തിട്ട്, പ്രത്യേകിച്ച് കുഞ്ഞു പിള്ളേരാകുമ്പോഴത്തേക്കും വാ നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ അവർക്ക് തോന്നത്തില്ല. അവരിരുന്ന് കരയും, ഒരു കാരണമില്ലാതെ കരയും. ചിലപ്പോൾ ഒന്നുകൂടെ ട്രൈ ചെയ്താൽ ശരിയാവും, പക്ഷെ അന്നേരം അവർക്ക് തോന്നത്തില്ല, അവരിരുന്ന് കരയും. അത് സാരമില്ല, ഇറ്റ്സ് ഓക്കെ. അങ്ങനെ ട്രൈ ചെയ്യുന്നതും ഇറ്റ്സ് ഓക്കെ ആണ്, ട്രൈ ചെയ്യാൻ തോന്നുന്നില്ല എന്നുള്ളതും ഓക്കെയാണ്. സോ വാട്ട് ക്യാൻ വി ഡു ടു റിയലി ഹെൽപ്പ് യു. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഞങ്ങൾ എങ്ങനെ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും? യു മൈറ്റ് പ്രിഫർ ടു ബി ലെഫ്റ്റ് അലോൺ, ടു ഗിവ് യു സ്പേസ്, ടു ലെറ്റ് ഔട്ട് എ ഗ്രോൺ. അന്നേരം ചില പിള്ളേർക്ക് എന്നെ ഒന്ന് വെറുതെ വിട്, ഞാൻ അങ്ങനെ ആ ഒരു ആറ്റിറ്റ്യൂഡായിരിക്കും. അപ്പോൾ അവർക്ക് ചുറ്റും എല്ലാവരും പുറകെ നിൽക്കണമെന്നായിരിക്കത്തില്ല, അവർക്കൊന്ന് മാറിയിരുന്ന് കരയുവോ ദേഷ്യപ്പെടുകയോ ഒക്കെ ചെയ്യണമെന്നായിരിക്കും ചിലപ്പോൾ. അല്ലെങ്കിൽ let out your anger in a positive way. Roar, shout it, punch it. ആരെയും ഉപദ്രവിക്കാതെ ഒരു പില്ലോ എടുത്ത് പഞ്ച് ചെയ്താലും കുറേ ദേഷ്യം പോവും. സ്റ്റോംപ് ഇറ്റ് അവേ. കുറച്ചിങ്ങനെ കാലും കൈയൊക്കെ സ്റ്റോംപ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ദേഷ്യം കുറച്ച് കുറയും. സോ പോസിറ്റീവായിട്ട് ആങ്കർ കുറച്ചങ്ങ് സ്റ്റോംപ് ചെയ്ത് കളയുക. Give your teddy a great big squeeze to gently comfort you with ease. ദേഷ്യമൊക്കെ പോയി കഴിയുമ്പോൾ ടെഡി ബെയറിനെ എടുത്ത് അല്ലെങ്കിൽ പില്ലോനെ എടുത്ത് നല്ല ഒന്ന് കെട്ടിപ്പിടിക്കുക. അപ്പം തന്നെ നമുക്കൊരു വാം ഹഗ് കിട്ടിയ ഫീലിംഗ് വരും. അപ്പോൾ അവർ കുറച്ച് ഹാപ്പി ആവും. To clear your head, you can go for a walk or find a friend to sit down and talk. അതെല്ലാം കഴിഞ്ഞ് ഒന്ന് ശാന്തമായി കഴിയുമ്പോഴത്തേക്ക് വേണമെങ്കിൽ ഒന്ന് നടക്കാൻ പോകും. നടന്നു പോയി കാഴ്ചയൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ആ മൂഡങ്ങ് മാറും, നമ്മൾ ഹാപ്പി ആവും. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു ഫ്രണ്ടിൻ്റെ കൂടെ കളിക്കുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കാം. Someone who will really stop and listen when the tears in your eyes start to glisten. നമ്മൾ കരയുമ്പോഴത്തേക്ക് സാരമില്ല, പോട്ടെ പോട്ടെ എന്ന് ആശ്വസിപ്പിക്കുന്ന ഒരു ഫ്രണ്ട്. Someone who would be there come what may. കണ്ടേ, മഴ പെയ്തപ്പോഴും സാരമില്ല, എലിക്കുട്ടൻ കുടയും പിടിച്ച് കൂടെയുണ്ട്, എന്ത് സംഭവിച്ചാലും സാരമില്ല, നമ്മുടെ കൂടെ നിൽക്കുന്ന ആ ഫ്രണ്ടിൻ്റെ കൂടെ നമുക്ക് ഇരിക്കാം. To have someone near you, not saying a word, just being there for you, letting you be heard. Someone who won't tell you, just get over it. Instead, a friend, one of you, who will be there with you. നീ അങ്ങനെ ചെയ്യണം, നീ ഇങ്ങനെ ചെയ്യണം, അങ്ങനെയൊന്നും പറയാൻ ചുമ്മാ വിഷമമുള്ള സാരമില്ല, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, നമുക്ക് സാരമില്ല, നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ കൂടെ നിൽക്കുന്ന ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഇരിക്കാം. Sometimes we just need a hug to help us feel so warm and snug. Even when you are feeling sad and blue, whether you are down or up, don't be afraid to be you. ചിലപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഹഗ് മതി, അത് കിട്ടുമ്പോൾ തന്നെ നമ്മൾ ഹാപ്പി ആവും. പിന്നെ മെയിനായിട്ട് ഓർക്കേണ്ട കാര്യം, സാഡ് ആണെങ്കിലും ഹാപ്പി ആണെങ്കിലും ശരി, നീയായിട്ട് തന്നെ ഇരിക്കുക. ഡോണ്ട് ബി അഫ്രൈഡ് ടു ബി യു. യു ആർ യുണീക്ക്. There is always a person on whom you can depend, a teacher, a coach, a loved one, or a friend. Sometimes we wake up in a fright. You might need your hand held tight. ചിലപ്പോൾ നമ്മൾ ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേൽക്കും, പേടിച്ച് കരയും. അപ്പം നമ്മൾ കെട്ടിപ്പിടിച്ച് കയ്യിൽ മുറുക്ക പിടിക്കേണ്ടി വരും. Someone to whom you can reach out and feel loved without a doubt. So it's okay not to be okay.
അപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് ഉറപ്പുള്ള ഒരാൾ കാണും. അച്ഛനോ അമ്മയോ ടീച്ചറോ എന്താണല്ലോ എൻ്റെ കൂടാണ്. ചിലപ്പം വഴക്ക് പറഞ്ഞെന്നിരിക്കും, പക്ഷെ എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് ഉറപ്പുള്ള ഒരാൾ കാണും. ആളുടെ കൂടെ പോയി സമാധാനമായിട്ട് ഇരിക്കുക. എപ്പോഴും ഓർക്കുക, ഇറ്റ്സ് ഓക്കെ നോട്ട് ടു ബി ഓക്കെ. സങ്കടപ്പെട്ടിട്ടാണേലും സന്തോഷിച്ചിട്ടാണേലും ഇറ്റ്സ് ഓക്കെ നോട്ട് ടു ബി ഓക്കെ എന്ന് ഓർക്കുക. ഇതും കൂടെ വായിച്ചിട്ട് നമുക്ക് നിർത്താം. സംടൈംസ് ഇറ്റ്സ് ഹാർഡ് ടു ബി ഓക്കെ. Even if everything seems perfect, it's hard to understand why you're not feeling good, and it can be frustrating when people don't understand. But we are here with you to tell you that it's perfectly fine. It's okay not to be okay. Okay, bye.